നമ്മൾ ഈ ഡെലിവറിക്ക് പോണ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച വഴികളും വ്യക്തികളെയൊക്കെ പിന്നെയും കാണേണ്ട അവസരം വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഡെലിവറിക്ക് പോകുന്നത് നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടം പൂർത്തീകരിച്ച സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ. ആ നടുമുറ്റത്തൊന്ന് കയറി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു കേട്ടോ. എന്ത് രസമായിരുന്നു ആ കാലം. നടുമുറ്റത്തുണ്ടായിരുന്ന വലിയ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകൾക്കൊന്നും മരണല്ലേ മാഷേ. 10th ഈ ക്ലാസ്സും എല്ലാ ഹൗസും 2 ഹൗസ് ഗ്രീൻ ഹൗസ്, അതുപോലെ HMന്റെ ഓഫീസിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു റെഡ് കളർ കോയിൻ ബോക്സ്, KSUക്കാരുടെ ബന്ദ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. നമ്മുടെ സ്കൂളിന്റെ ബാക്കിൽ വേലുചാടി പോയി സാധനങ്ങൾ വാങ്ങിയായിരുന്ന തങ്കേട്ടന്റെ കട ഇപ്പം ഇല്ല കേട്ടോ. ആളത് നടത്തുന്നില്ല തോന്നുന്നുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞിറക്കണു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന നമ്മുടെ SKB ട്യൂഷൻ സെന്റർ വേണു മാഷയുടെ എൻ്റെ പൊന്നു ഒരു മാഷ് അവിടുത്തെ എൻ്റെ ചാച്ചൻ തന്നെയായിരുന്നു. കൈത്തണ്ടയിലൊക്കെ അടി കിട്ടിയിട്ട് എത്ര കരഞ്ഞിറക്കണു. ഇപ്പം എല്ലാം ചെറിയ പുഞ്ചിരിയോടെ അത് ഓർക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. പഴയ മിഠായി അന്വേഷിച്ച് പോയ എനിക്ക് ആച്ചച്ച ഇപ്പം ഈ മിഠായി ഉള്ള കുട്ടിയെന്ന് പറഞ്ഞ് 2 മിഠായി കയ്യിൽ വെച്ചെന്നു. അതുപോലെ കുത്താമ്പുള്ളിക്കാർ പുഴ കടന്ന് വന്നായിരുന്ന വഴിയും, നമ്മുടെ മൈനൂർക്കാവിന്റെ ബാക്കിലുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ബാക്കിൽ കരിയും കൊണ്ട് എഴുതി വെച്ച കുറെ ആഗ്രഹങ്ങൾ നടക്കുന്നു പറഞ്ഞ കുറെ അന്ധവിശ്വാസങ്ങളും, പിന്നെ ഈ ബസ് സ്റ്റോപ്പ് ഒരുപാട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായതാ. പിന്നെ നേരെ എത്തിയോണ്ട്